മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മൾ ഈ കാണുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോർ വിമാനത്തിൽ, യുദ്ധവിമാനത്തിൽ നാഷണൽ ഹൈവേയിലേക്ക് പറന്നിറങ്ങുന്നതാ. അസമില് എയർ സ്ട്രിപ്പ് നിർമ്മിച്ചിരിക്കുന്നു. അതിന്റെ ഉദ്ഘാടന ദിനത്തില് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എയർ സ്ട്രിപ്പിലേക്ക്, നാഷണൽ ഹൈവേയിലേക്ക് യുദ്ധവിമാനത്തിൽ പറന്നിറങ്ങിക്കൊണ്ട് രാജ്യത്തൊരു പുതു ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. ഇതിനൊക്കെ രാജ്യം ഒന്നടങ്കം കൈയടിക്കണ്ടേ? നമ്മുടെ രാജ്യം സമാനതകളില്ലാത്ത രീതിയിൽ പുരോഗതിയിലേക്ക് എന്ന് പറയുന്നത് വെറുതെയല്ല. ഇതൊക്കെ ബോധമുള്ള ഓരോ ആളുകളും കണ്ണു തുറന്നു കാണണം. രാജ്യത്ത് പുതു ചരിത്രമാണ് നിരന്തരം പിറന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി പോർ വിമാനത്തിൽ നാഷണൽ ഹൈവേയിലേക്ക് പറന്നിറങ്ങിയിരിക്കുന്നു. പ്രത്യേകം ഓർക്കേണ്ടതാണ്, 100 കോടി ചിലവഴിച്ചുകൊണ്ടുള്ള ഈ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. 100 കിലോമീറ്റർ മാത്രം അകലെയാണ് ചൈനയുടെ അതിർത്തി എന്ന് പറയുന്നത്. കേവലം 100 കിലോമീറ്ററുകൾക്കപ്പുറം ചൈനയുടെ അതിർത്തിയാണ്. നമ്മുടെ രാജ്യം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏത് രാജ്യത്ത്, നമ്മുടെ രാജ്യത്തിനെതിരെ നിൽക്കുന്ന ആർക്കെതിരെയും നമ്മൾ അതിശക്തമായിട്ട് സന്നാഹങ്ങളുമായിട്ട് തന്നെയാണ് തയ്യാറായിരിക്കുന്നത് എന്ന് കേവലം ഒരു ചൈനക്കല്ല, ലോകത്തിന് തന്നെ കൊടുത്ത മറ്റൊരു സുന്ദരമായ സന്ദേശം കൂടിയാ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോർ വിമാനത്തിൽ നാഷണൽ ഹൈവേയിലേക്ക്, അതും കേവലം ചൈന അതിർത്തിയിലേക്ക് 100 കിലോമീറ്റർ മാത്രമുള്ള നാഷണൽ ഹൈവേയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി ഈ പറന്നിറങ്ങിയിട്ടുള്ളത്. നമ്മുടെ രാജ്യം ലോകത്ത് അതിശക്തമായി മാറിക്കൊണ്ടിരിക്കുക. ഈ ഒരു എയർ സ്ട്രിപ്പിലേക്ക് ചരക്ക് വിമാനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കും. ഒരു അടിയന്തര സാഹചര്യം, അതായത് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര സാഹചര്യം വന്നാൽ നമ്മുടെ പോർ വിമാനങ്ങൾ ഇതിലേക്ക് പറന്നിറങ്ങും. ഇവിടെ നിന്ന് അതേപോലെ തന്നെ പറന്നുയരാൻ സാധിക്കൂ. മാത്രമല്ല, ദുരന്ത നിവാരണം പോലെയുള്ള ദുരന്ത സാഹചര്യങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ വന്നു കഴിഞ്ഞാൽ ചരക്ക് വിമാനങ്ങൾക്ക് പറന്നിറങ്ങാൻ രാജ്യം വലിയ പുരോഗതിയിലേക്ക് എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണം നമ്മൾ ഈ കാണുന്നത്. രാജ്യം സമാനതകളില്ലാത്ത രീതിയിൽ പുരോഗതിയിലേക്ക് എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല. അടുത്തത് നിങ്ങൾ കണ്ടോ, അസമിലേതാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത്, നിങ്ങൾ കണ്ടില്ലേ? അതായത് 3000 കോടി രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തുറന്നിട്ടുള്ളതാണ്, ഇന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയാണ് 1.5 കിലോമീറ്ററോളം നീളുന്ന ഈ ഒരു പാലം എന്ന് പറയുന്നത്. കുമാർ ഭാസ്കർ വർമ്മ സേതു എന്നാണ് ഈ പാലത്തിനിട്ടിരിക്കുന്ന പേര്. ഇത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഗുവാഹത്തിയിൽ നിന്നും വടക്കൻ ഗുവാഹത്തിയിലേക്ക് 1 മണിക്കൂർ വേണ്ടിയിരുന്നു യാത്ര ചെയ്തെത്താൻ. 1 മണിക്കൂർ. എന്നാൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഈ പാലം വരുന്നതോടുകൂടി കേവലം അത് 5 മിനിറ്റിലേക്ക് ഒതുങ്ങുക. 5 മിനിറ്റിലേക്ക്. എത്ര വലിയ പുരോഗതിയാണിത്. ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ. പ്രത്യേക ഒരു കാര്യം എടുത്തു പറയാണ്, ഇത് 2014 വന്ന നദിയൊന്നുമല്ല. ഇതൊക്കെ ഒരു രാജ്യം കോൺഗ്രസ് അടക്കി ഭരിച്ചിരുന്ന കാലത്തെ ഉണ്ടായിരുന്ന നദികളൊക്കെയാ. ഇതൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയണോ? നമ്മുടെ രാജ്യത്ത് കോൺഗ്രസ് 65 വർഷക്കാലം അടക്കി ഭരിച്ചിട്ട് ചൈന അതിർത്തിക്ക് തൊട്ടരികില് ഇതുപോലൊരു എയർ സ്ട്രിപ്പ് ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചോ? ഇതുപോലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയായിട്ട് 1 മണിക്കൂർ ആളുകൾ സഞ്ചരിച്ചിരുന്ന ആ യാത്രാ സൗകര്യം 5 മിനിറ്റിലേക്ക് കുറച്ചിട്ടുള്ള ഇതുപോലൊരു പാലം ഉണ്ടാക്കാൻ, 6 വരി പാത ഉണ്ടാക്കാൻ സാധിച്ചു. ഇതൊക്കെ മലയാളികൾ ഒരുപാട് ചിന്തിക്കേണ്ടതാ. നമ്മുടെ രാജ്യം നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത രീതിയിൽ പുരോഗതിയിലേക്ക് കുതിക്കുക. കോൺഗ്രസ് ഭരിക്കുമ്പോ കോൺഗ്രസ് അവരുടെ കുടുംബത്തെ മാത്രമേ വളർത്തിയിട്ടുള്ളായിരുന്നു. കുടുംബത്തെ മാത്രം. നമ്മൾ ഈ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചൈനയുമായിട്ട്, നമ്മൾ റഷ്യയുമായിട്ട്, നമ്മൾ അമേരിക്കയുമായിട്ട് വലിയ ബന്ധത്തിലൊക്കെ തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്.
പക്ഷേ നമ്മുടെ രാജ്യത്തിന് ഉത്തമ ബോധമുണ്ട്, നമ്മുടെ ഭരണാധികാരികൾക്ക് കൃത്യമായ ബോധമുണ്ട്. ഏത് സമയത്തും ആര് വേണമെങ്കിലും നമ്മുടെ രാജ്യത്തിന് എതിരെ നിൽക്കാൻ സാധ്യതകളുണ്ട്. ആ സാധ്യതകൾ കണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ രാജ്യാതിർത്തി ഇതുപോലെ ശക്തമാക്കുന്ന ഒരു ഭരണ സംവിധാനം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ അമേരിക്ക നമുക്കെതിരെ ഓരോന്ന് വിളിച്ചു പറയുമ്പോ അതിനൊക്കെ അവഗണിച്ച് സുന്ദരമായിട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന ഇവിടെയുള്ള ആളുകളെ കരുതിയിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ സൈന്യത്തിലുള്ള വിശ്വാസം, നമ്മുടെ രാജ്യാതിർത്തിയിലെ സുരക്ഷകൾ കൊണ്ടുള്ള വിശ്വാസം. നമ്മൾ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ പടപൊരുതിയ സമയത്ത് എന്തായിരുന്നു? S-400 നിരത്തിക്കൊണ്ട് നമ്മൾ പാകിസ്ഥാന്റെ ഹൃദയഭൂമിയിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി. അതൊന്നും വെറുതെ അങ്ങ് സംഭവിച്ചതല്ല. കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളുടെ ദീർഘവീക്ഷണമുള്ള ആളുകളായതുകൊണ്ടാ, ദീർഘവീക്ഷണമുള്ള ഭരണാധികാരികൾ നമ്മുടെ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാ. ഒരു യുദ്ധം തുടങ്ങി നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ച് ആ യുദ്ധം അങ്ങ് അവസാനിപ്പിച്ചത്. ഈ പറയുന്ന റഷ്യയും ഈ പറയുന്ന യുക്രൈനും തമ്മില് യുദ്ധം ഇതുവരെ തീർന്നിട്ടില്ല. ഇസ്രായേലും ഇറാനും ഇസ്രായേലുമായിട്ട് പ്രശ്നങ്ങൾ നടക്കുക, തീർന്നിട്ടില്ല. അങ്ങനെ ലോകത്ത് എത്ര രാജ്യങ്ങൾ യുദ്ധമുഖത്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ യുദ്ധം പ്രഖ്യാപിച്ചു. വെറുതെയല്ല, ഭീകരവാദികൾ നമ്മുടെ രാജ്യത്തെ 26 പേരെ കൊല ചെയ്തതുകൊണ്ട്, ഭീകരർ വന്ന് മതം ചോദിച്ചുകൊണ്ട് കൊല ചെയ്തതുകൊണ്ട്, തങ്ങളുടെ മതത്തിൽപ്പെട്ടതല്ല എന്ന് ഉറപ്പുവരുത്തി കലിമ പോലും ചെല്ലിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ 26 പേരെ കൊല ചെയ്തതിന് നമ്മൾ മറുപടി കൊടുത്തു. യുദ്ധ പ്രഖ്യാപനം, യുദ്ധം തന്നെയായിരുന്നു നടത്തിയത്. എന്നാൽ നമ്മുടെ ലക്ഷ്യം തീർത്ത് അത് നമ്മൾ അവസാനിപ്പിച്ചു. പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം ഒതുങ്ങി. ഹമാസ് എന്ന ഭീകര സംഘടനയുമായിട്ട് പോലും ഇസ്രായേൽ ഇപ്പോഴും യുദ്ധവുമായിട്ട് മുന്നോട്ട് പോവാ. ഈ ഹമാസ് എന്ന ഭീകര സംഘടനയും ഈ പറയുന്നവരൊക്കെ ഏത് സമയത്തും മരിച്ചാൽ പോലും പ്രശ്നമില്ലാതെ പൊട്ടിത്തെറിക്കുന്നത് വലിയ സംഭവമാണെന്ന് നടക്കുന്നത് കൊണ്ട് ഇവര് ലോകത്തിന് തന്നെ ശല്യ. അത് ഹമാസ് ആയാലും പാകിസ്ഥാനായാലും ഒക്കെ തന്നെ. ഈ പാകിസ്ഥാനെ നമ്മള് ഒതുക്കിയില്ലേ? നമ്മൾ അവരുടെ ഹൃദയം അങ്ങ് കീറി മുറിച്ചത് കൊണ്ടല്ലേ? ഇതൊന്നും വെറുതെ സംഭവിക്കുന്നല്ല. ഇതുപോലെ എയർ സ്ട്രിപ്പുകള്, ഇതുപോലെ സകല സംവിധാനങ്ങളും സൗകര്യങ്ങളും രാജ്യത്തിന്റെ അതിർത്തിയിൽ അതിശക്തമായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുക. അതിശക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലും അതിർത്തികളിൽ വലിയ സുരക്ഷാ കവചം തന്നെയാ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോർ വിമാനത്തില് പറന്നിറങ്ങുന്നത് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് അതിചർച്ചയൊന്നും ആക്കുന്നില്ലെങ്കിലും അന്താരാഷ്ട്ര തലത്തിലെ ഇത് വലിയ ചർച്ചയാ. പ്രത്യേകിച്ച് ചൈന ഉൾപ്പെടെ, പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഉൾപ്പെടെ, പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെ ഈ വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങള് മോദിക്കെതിരെ എന്ത് കിട്ടും, അതായത് ലോകത്തിന്റെ ഏതോ കോണില് ഏതെങ്കിലും ഒരു തുക്കടാ സംഘടനയുടെ ഏതെങ്കിലും ഒരു തുക്കടാ നേതാവ് മോദിക്ക് എന്തെങ്കിലും എതിരെ പറഞ്ഞാൽ അത് ഇവിടെ അന്തിച്ചർച്ചയായിരിക്കും. ഏതോ ക്രിമിനൽ ആയിരിക്കും, ലോകത്ത് ഏറ്റവും നെറികെട്ടവനായിരിക്കും, പക്ഷെ മോദിക്കെതിരെ പറഞ്ഞാൽ അത് ഇവിടെയുള്ള സകലരും ഇവിടെ പിടിച്ച് വലിയ അന്തിച്ചർച്ച നടത്തും. അതേസമയം രാജ്യം പുരോഗതിയിലേക്ക്, രാജ്യത്ത് സമാനതകളില്ലാത്ത രീതിയിൽ വലിയ വികസനങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് ഇവിടെ ആർക്കും അന്തിച്ചർച്ച വേണ്ട. ചൈന അതിർത്തിക്ക് 100 കിലോമീറ്റർ ഇപ്പുറം നമ്മൾ എയർഷിപ്പ് നിർമ്മിച്ചു, അതിലേക്ക് പ്രധാനമന്ത്രി ഇറങ്ങി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് വെല്ലുവിളിക്കുക. കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിഷയം എടുത്ത് ചർച്ച ചെയ്യണം. ഈ രാജ്യത്തോട് എന്തെങ്കിലും ഒരു കൂറുണ്ടെങ്കിൽ ഇതൊക്കെ വലിയ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ചരിത്രപരമായിട്ടുള്ളൊരു ചരിത്രം തന്നെയല്ല ഈ പിറന്നിട്ടുള്ളത്. എന്നിട്ടും ഇതൊരു അന്തിച്ചർച്ചയാക്കുന്നില്ലെങ്കിൽ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ എന്താണ് എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയണം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ രാജ്യാതിർത്തി ഇവിടെ പാർട്ടിയോ ഏതെങ്കിലും ഒരു പാർട്ടിയിലെ ആളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിലുള്ള ഒരാളെയോ അല്ല, ഈ രാജ്യത്തെ സകലർക്കും ഒരുപോലെ അതിശക്തമായിട്ടുള്ള സുരക്ഷ ദിനം പ്രതി മുന്നോട്ട് കൊണ്ടുപോകുന്ന, ദിനം പ്രതി സുരക്ഷ വർദ്ധിപ്പിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി വലിയ സുരക്ഷയിലേക്ക് വർദ്ധിപ്പിക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഹൃദയത്തിൽ നിന്ന് 1000 അഭിനന്ദനങ്ങൾ നേരുന്നു.